ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ശരിക്കും ഒരു ലോക്ക്ഡൗൺ കേക്ക് തന്നെയാണ്. കാരണം രണ്ട് ചേരുവകൾ മാത്രമാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല, ഇതിനകത്ത് നമ്മൾ മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ റവയോ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ബട്ടർ, ഓയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്പഞ്ച് കേക്ക്, ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ 5 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കാൻ പോകുന്നത്. അപ്പോൾ മുട്ടയുടെ മഞ്ഞയും വെള്ളയും നമ്മൾ ഒരുപോലെ തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ചേരുവകളിൽ ഒരു ചേരുവക എന്ന് പറയുന്നത് മുട്ടയാണ്. അപ്പോൾ ഞാൻ ഈ 5 മുട്ടയും ഈ മിക്സിയിലോട്ടൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 5 മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നതാണ് ഈ നട്ടെല്ല എന്ന് പറയുന്ന ഒരു സംഭവം. എനിക്ക് തോന്നുന്നു അതിപ്പോൾ എല്ലായിടത്തും ഉള്ളതാണ്. ബേക്കറികളിലൊക്കെ നമുക്ക്, സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ഒരു ബ്രെഡിലൊക്കെ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന ഒന്നാണ് ഈ നട്ടെല്ല എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നട്ടെല്ല തന്നെ വേണമെന്നില്ല, ഇതേപോലത്തെ ക്രീമി, ഇതുപോലത്തെ നമ്മളൊരു ചോക്ലേറ്റ് സ്പ്രെഡ് ഏതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ ചേരുവക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ എടുത്തിരിക്കുന്ന നട്ടെല്ലയുടെ അളവ് എന്ന് പറയുന്നത് 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെയാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഓയിൽ, ബട്ടർ, മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി, റവപ്പൊടി ഇങ്ങനത്തെ ഒന്നും വേണ്ട. ഈ 2 ചേരുവകൾ മാത്രം മതി. അപ്പോൾ നമുക്കിത് മിക്സിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ മിക്സിയിൽ അടിച്ചെടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററും. അപ്പോൾ ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ നിങ്ങൾ ഒഴിക്കുന്നത് ആ പാത്രത്തിനകത്ത് ആദ്യം നമുക്കിതുപോലെ ഒരു കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഒരു എണ്ണയൊക്കെ തൂത്ത് കൊടുക്കണം. അത് നമ്മൾ തൂത്ത് കൊടുക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പാത്രത്തിൽ നിന്ന്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു കേക്കിൻ്റെ ടിന്നാണ്. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. നമ്മളിത് ഓവൻ വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്. നമ്മുടെ അടുപ്പിൽ, ഗ്യാസ് അടുപ്പിൽ, നമ്മുടെ വീട്ടിലുള്ളൊരു പാത്രത്തിലാണത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ലൈനർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ലൈനർ വെച്ച് കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ വെച്ച് കൊടുക്കാൻ കാരണം ഇതൊരു വീഡിയോ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ലൈനർ വെച്ച് കൊടുത്തു എന്നിട്ട് മാത്രം. അപ്പോൾ ഇനി ഇതാ ഞാൻ ഈ ഒരു ലൈനർ വെച്ച് കൊടുത്തിട്ടും അതിൻ്റെ മേലും അല്പം കൂടെ ഒന്ന് എണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടിന്നിനകത്തോട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കണം. ഇതിനകത്തുള്ള എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ കേക്ക് ടിന്നോടെ റെഡിയാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാനൊരു 5 മിനിറ്റോളം ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ഞാൻ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു വയർ റാക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ മൂടികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമത്തി വെച്ചാൽ മതി. എന്നിട്ട് അത് ഒരു 5 മിനിറ്റോളം ഈ പാത്രം ചൂടാക്കുക. എന്നിട്ടാണ് ഞാനിപ്പോൾ തുറന്നിട്ടുള്ളത്. ഇനി ഞാൻ ഈ കേക്ക് ടിന്നും കൂടെ വെച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇതിനകത്ത് നമ്മളിത് ഓവൻ വെച്ചിട്ടുണ്ടാക്കുന്നത്, ഓവൻ പോലെയാണിത് ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്കിതിനകത്ത് ഫോയിൽ പേപ്പറൊന്നും വെക്കേണ്ട കാര്യമില്ല. നമുക്കൊരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നോക്കാം. അപ്പോൾ അതാ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ നോക്കിക്കേ, ഞാൻ നന്നായിട്ട് തന്നെ വീർത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൈഡൊക്കെ ആണെങ്കിലും അല്പം വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ എങ്കിൽ പോലും ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഒരു സ്പാച്ചിൽ വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് വിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു പാത്രത്തിലോട്ട് അതൊന്ന് മാറ്റി കമത്തിയെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ ഒരു പേപ്പർ ഒന്ന് എടുത്ത് കാണിക്കാം. വളരെ സ്മൂത്ത് ആയിട്ടുള്ള, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്, ചോക്ലേറ്റ് കേക്ക്. നമുക്കിത് കുഞ്ഞുങ്ങൾക്കൊക്കെ കുഞ്ഞുങ്ങൾ വീണ്ടും ചോദിച്ച് കഴിക്കുന്ന ഒരു കേക്ക് തന്നെയാണ്. ഇത് കാണാനൊക്കെ ഒരു പ്ലം കേക്കിൻ്റെ ഒക്കെ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല, നമുക്കിതിന് എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻ നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ മേലെ അല്പം ഒരു ചെറിയാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചോക്ലേറ്റ് സോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കാം കേട്ടോ. ഇതാ നോക്കിക്കേ, നല്ല സോഫ്റ്റായിട്ട് നല്ല സ്പഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനപ്പോൾ അതിൻ്റെ ഇതാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ കയ്യിൽ പിടിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ബൗൺസ് ചെയ്യുവാണ്, നല്ല സ്പഞ്ചിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഡെക്കറേഷനൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഇത് നമുക്ക് പ്ലെയിനായിട്ട് തന്നെ ചായക്കൊപ്പം ഒക്കെ നമുക്ക് അല്ലെങ്കിൽ വെറുതെ കഴിച്ച് നടക്കാൻ പറ്റുന്ന ഒന്നാണ്. ഞാൻ ജസ്റ്റ് ഇതുപോലത്തെ ഒരു 3-4 ചെറികൾ വെക്കുന്നുണ്ടെന്ന് മാത്രം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മുറിക്കാം, എന്നിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്.
കാണാനൊക്കെ നല്ല ഭംഗിയല്ലേ കേക്ക്. അപ്പോൾ നിങ്ങളിത് ഇപ്പോൾ ലോക്ക്ഡൗൺ ടൈമാണ്, 2 ചേരുവകൾ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ മിക്സിയിൽ ഈ 2 ചേരുവകൾ ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കതൊരു പാത്രത്തിലോട്ടൊന്ന് ഓവൻ പോലെ ഒന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി. ഇനി ഇതേ കേക്ക് തന്നെ നമുക്ക് ആവിയിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ പറഞ്ഞ പോലെ ഇതേ സമയം തന്നെയാണ് വേണ്ടത്. അന്നേരം വെള്ളം ഒഴിച്ചൊന്ന് വെള്ളം നന്നായി തിളച്ച് ആവി വരുന്ന സമയത്ത് നമുക്ക് ഈ പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ കേക്കൊക്കെ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.